നമസ്കാരം, ഞാൻ വിനി, മലബാർ അടുക്കള തുർക്കി കോർഡിനേറ്റർ ആണ്. ഇന്ന് യൂസ്ഫുൾ ടിപ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില ഹാൻഡി ട്രിക്സ്. അതായത് നമുക്ക് ചിലപ്പോ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുവരുമ്പോ നമ്മുടെ അടുക്കളയിൽ അല്ലെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ചില ഹാൻഡി ട്രിക്സ്. ഓക്കെ, ഫസ്റ്റ് അതിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ ജലദോഷം വരുന്ന സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. നോസൊക്കെ ഒന്ന് ബ്ലോക്ക് ആവണ പോലെ, അല്ലെങ്കിൽ ഒന്ന് തുമ്മി ആ ഒരു ലെവല്. അതേമാതിരി നോസ് ബ്ലോക്കേജിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ആവുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടികൾക്കാണെങ്കിലും ഒരു കപ്പ് ചെറിയുള്ളി എടുക്കുക, അതിനെ നല്ലോണം നല്ലെണ്ണയിൽ വഴറ്റുക. എന്നിട്ട് അത് വൈറ്റ് കളർ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആവുന്ന സമയത്ത് ലേശം ഉപ്പിട്ടിട്ട് അതിനെ ചോറിൽ കൂടെ കഴിക്കാൻ നോക്കുക. വളരെ നല്ല മെഡിസിൻ ആണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ജലദോഷം ഇല്ലാണ്ടാവും. ഓക്കെ, സെക്കൻഡ് ടിപ്പ്, നല്ലോണം ഇപ്പൊ കണ്ടുവരുന്ന ഒരു വലിയൊരു കാര്യമാണ് ഈ ആക്നെ എന്ന് പറയുന്ന സാധനം. അല്ലെ, എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. നിങ്ങൾ ആക്നെയുടെ ക്രീം തേച്ച് അതിന്റെ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഐസ് വെള്ളത്തിൽ കഴുകി നോക്കൂ. ഡെഫിനറ്റ്ലി ആക്നെക്ക് ഒരു ഡിഫറൻസ് ഉണ്ടാവും. എപ്പോഴെപ്പോഴൊക്കെ കഴിയുന്നോ ലാസ്റ്റ് ആയിട്ട് കഴുകുന്ന ഫേസ് ഐസ് വെള്ളത്തിൽ കഴുകി നോക്കാം. ഓക്കെ, ബിക്കോസ് അതിന്റെ ജേംസ് അത് കംപ്ലീറ്റ് ആയിട്ട് ഐസ് വെള്ളം സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. തേർഡ്, മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ ഭയങ്കര വിഷമ ചിലവർക്ക്. ഇതിന്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് ഓക്കെ, മൈഗ്രെയിൻ സ്റ്റാർട്ടായിട്ടാണല്ലോ ഒരു മൂതന്യ അവസ്ഥയിലെത്താം. ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഒരു മൈഗ്രെയിന്റെ സ്റ്റാർട്ട് സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മരുന്നും എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴിച്ച് അതിനെ ഒന്ന് കൺട്രോൾ ലെവലിലേക്ക് കൊണ്ടുവരണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, വിശ്വസിക്കൂ ഇത് നടക്കും. ഓക്കെ, നാവെടുത്തിട്ട് തൊണ്ടയുടെ അടിയിൽ പ്രസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പ്രസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഈ കൈയിന്റെ തള്ളവിരലെടുത്തിട്ട് ചെറുവിരലിന്റെ അവിടെ പ്രസ് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്തു നോക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ മെഡിസിൻ കഴിച്ച ആ ഒരു റിലാക്സേഷൻ വരും. ഇത് വർക്ക് ആവും, സത്യമാണ്. ഇങ്ങനെയൊക്കെ പിടിച്ചാൽ വർക്ക് ആവും ഒന്ന് ചിന്തിക്കേണ്ട. ഞാൻ ചെയ്യാറുണ്ട്, വർക്ക് ആവും. ആൻഡ് ദിസ് ഇറ്റ് വർക്ക്സ്, ഡെഫിനറ്റ്ലി ഇറ്റ് വർക്ക്സ്. നെക്സ്റ്റ്, തൊണ്ട ഇങ്ങനെ ഇച്ചിങ് ഒക്കെ ആവുന്ന പോലെ, ഈ മീറ്റിങ്ങിനൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇച്ചിങ് ഒക്കെ ആവുമ്പോ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ തൊണ്ട ചൊറിയണമെന്ന് പോലും പറയാൻ അറിയില്ല. അതുകൊണ്ട് ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മീറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ ഈ തൊണ്ടയൊക്കെ ചൊറിയുമ്പോൾ നമ്മൾ ആകെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാതൊന്നും ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കാം. ഓക്കെ, ബിഹൈൻഡ് യുവർ ഇയേഴ്സ്. ഓക്കെ, ഒന്നും ചെയ്യണതിന് പകരം ജസ്റ്റ് ഈ കാതൊന്ന് ചൊറിഞ്ഞു നോക്കൂ. തൊണ്ടയുടെ ഇച്ചിങ്ങിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിൽ പതുക്കെ ഒന്ന് ചൊറിഞ്ഞു കൊടുത്താൽ മതി, അതിനുള്ള ഡിഫറൻസ് ഉണ്ടാവും. നെക്സ്റ്റ്, ഒരുപാട് ആൾക്കാർക്ക് കണ്ടുവരുന്ന കാര്യമാണ്, രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ ബെഡിൽ നിന്ന് കാല് താഴേക്ക് വെക്കുമ്പോൾ തലകറങ്ങാം. ഒരുപാട് കാരണങ്ങളാണ് അതിന്. പക്ഷെ ജസ്റ്റ് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, രണ്ട് കാലും എടുത്ത് താഴെ വെക്കാതെ ഒരു കാല്, പ്രത്യേകിച്ച് റൈറ്റ് ലെഗ് മാത്രം എടുത്തൊന്ന് താഴെ വെക്കുക. താഴെ വെച്ച് ആ ബോഡി ഒന്ന് റെഗുലൈസ് ആവട്ടെ. മറ്റേ കാല് മുകളിൽ തന്നെ, ബെഡിന്റെ മുകളിൽ തന്നെ, റൈറ്റ് ലെഗ് മാത്രം താഴെ ഭൂമിയിലേക്ക് തട്ടിക്കൊണ്ട്. ഓക്കെ, അതൊന്ന് ബ്ലഡ് റെഗുലേറ്റ് ആയതിനു ശേഷം രണ്ടാമത്തെ കാലും എടുത്തു വെച്ചിട്ട് എണീറ്റ് നിൽക്കാൻ നോക്കുക. ഓക്കെ, ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ആ ഡിസീനസ് വരുന്നത്. സോ ഇന്ന് കുറച്ച് ഹാൻഡി ടിപ്സ് മാത്രം. ഇനിയും ഒരുപാട് സെഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഞാൻ വിനി, സൈനിങ് ഓഫ് ഫോർ മലബാർ അടുക്കള. താങ്ക് യു.